ഹായ് ഫ്രണ്ട്സ്, നമുക്കിതൊരു എരിശ്ശേരി ഉണ്ടാക്കിയാലോ? നോക്കാം എങ്ങനെയാണെന്ന്. നമുക്കതിന് വേണ്ടത് മത്തങ്ങ വേണം, അതുപോലെ തന്നെ പയർ വേണം. വൻപയറില്ലേ, അത് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് പിറ്റേ ദിവസം വേവിച്ചെടുക്കുക. അപ്പോൾ വേവിച്ചെടുത്ത വൻപയറിലോട്ട് ചെറുതായി അരിഞ്ഞിച്ചിരിക്കുന്ന മത്തങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് വേണ്ടത് നമുക്ക് പച്ചമുളക്, വേപ്പില, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ആ മത്തങ്ങ ഒന്ന് ഉടയണ വരെ വേവിച്ചെടുക്കാം. പിന്നെ കറി ഉണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടോ, ഞാനല്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്കിപ്പോൾ എരിശ്ശേരിയിലോട്ട് പിന്നെ നമ്മളുടെ അരപ്പും കൂടി തയ്യാറാക്കി വെക്കണം. തേങ്ങരപ്പില്ലേ, അപ്പോൾ അതും കൂടി നമ്മൾ തയ്യാറാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് മൂടിയിട്ടൊന്നും കൂടി വേവിക്കാം. അപ്പോൾ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരപ്പിലോട്ട് തേങ്ങയിലോട്ട് നമ്മൾ ജീരകം, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി ഇത്ര ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാം. നല്ല ഇതായിട്ട് അരക്കേണ്ട, ഒരു മീഡിയത്തിൽ അരച്ചെടുത്താൽ മതി. അതിന് ശേഷം ഈ വെന്ത കൂട്ടിലോട്ട് നമ്മൾ ഈ അരപ്പ് ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഉപ്പുണ്ടാകും നോക്കണം, പാകമാണെന്നൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഒരു കുറുകി വരുന്നൊരു പരുവം ഉണ്ടാവുമല്ലോ, അതിലെടുക്കുക. അതിന് ശേഷം നമ്മളിതൊന്ന് താളിച്ചെടുക്കുക കേട്ടോ. താളിച്ചെടുക്കാനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കണം. കടായി ചീനച്ചട്ടി നിങ്ങൾ അടുപ്പിൽ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എന്ത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കടുകിട്ടതിന് ശേഷം ചെറിയുള്ളി, കുഞ്ഞായിട്ട് അരിഞ്ഞിരിക്കുന്ന ചെറിയുള്ളി, അതുപോലെ തന്നെ കുറച്ച് വേപ്പില, പിന്നെ നമ്മുടെ വറ്റൽമുളകില്ലേ അത് 2 കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പം എരിവ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് എങ്ങനെയാണ് എരിവ് വേണ്ടത് ആ ഒരു പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അമ്മ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ കുറച്ച് എരിവ് വേണം, അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് എരിവ് വേണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു പാകത്തിന് മുളക് പൊടി കൊണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വെന്ത് വെച്ചിരിക്കുന്ന കൂട്ട് നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ കറി റെഡിയായി. പിന്നെ നമ്മൾ എരിശ്ശേരിയിൽ തേങ്ങ വറുത്തിട്ടും കൂടി നമ്മൾ ലാസ്റ്റ് ഇടും. ഇവിടെ ഇട്ടിട്ടില്ല, അപ്പോൾ ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് നമുക്ക്. അമ്മ പറഞ്ഞിട്ടുണ്ട് അത് തേങ്ങ നമ്മൾ ചിരകിയിട്ട് വറുത്തെടുക്കില്ല, ഇങ്ങനെ വറുത്തെടുത്തിട്ട് അതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും. ഇതിപ്പോൾ നമ്മളങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പം